Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് നിർമ്മൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീണ്ടും ഒരു ബഡ്ജറ്റ് ട്രൂ വയർലെസ് ഇയർഫോൺസ് ആണ്. ട്രൂക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ട്രൂക്ക് ബഡ്സ് S2 എന്ന് പറഞ്ഞ ഒരു ബഡ്ജറ്റ് TWS ആണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ വെറും 1499 രൂപയാണ്. ഈ പ്രൈസിൽ എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്നത് ഈ TWS ഇയർഫോൺസിൽ, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രൂക്ക് ബഡ്സ് S2ൻ്റെ ഡീറ്റെയിൽഡ് ആയ ആസ്പെക്ട്സിലേക്ക് കിടക്കാം. ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ ബോക്സിൻ്റെ മുകളിൽ തന്നെ ട്രൂക്ക് ബഡ്സ് S2ൻ്റെ പടം കാണാം. ഇതൊരു സ്ലൈഡിംഗ് മെക്കാനിസമാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് നോക്കാം. സ്ലൈഡിംഗ് സിങ്ക് ടെക്നോളജി, പിന്നെ ഇതിനകത്ത് ക്വാഡ് മൈക്സ് ആണ്, അതായത് 2 മൈക്കാണ് ഓരോ ഇയർഫോൺസിലും വരുന്നത്. പിന്നെ 55 മില്ലി സെക്കൻഡ് അൾട്രാ ലോ ലേറ്റൻസി, ഗെയിമിങ്ങിന് അനുയോജ്യമായ ഒരു ബഡ്ജറ്റ് ഇയർഫോൺസ് ആണെന്ന് പറയാം. പിന്നെ അതേപോലെ 10 hours ഓഫ് പ്ലേ ബാക്ക് ടൈമാണ് സിംഗിൾ ചാർജ്. അപ്പോൾ ഒരു സിംഗിൾ ബാറ്ററി ചാർജിൽ നമുക്ക് ഓൾമോസ്റ്റ് 10 hours ഇയർബഡ്സ് നിന്ന് കിട്ടും. പിന്നെ കേസിൻ്റെ ചാർജിങ് പ്ലേ ബാക്ക് വേറെയാണ്, അത് 38 മണിക്കൂറാണ്. അപ്പോൾ 38 + 10 48 മണിക്കൂർ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല ബാറ്ററി ലൈഫാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് AI പവർഡ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, അതായത് സോഫ്റ്റ്വെയർ പ്രോസസ്സിങ്ങിലൂടെ AI ബേസ്ഡ് ഇതിനകത്ത് ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് കോൾ നോയ്സ് റിഡക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഒക്കെ ഔട്ട്സൈഡ് നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കാരണം രണ്ടിലും ഡ്യുവൽ മൈക്സ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ AI നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. 55 മില്ലി സെക്കൻഡ് അൾട്രാ ലോ ലേറ്റൻസി, ഞാൻ നേരത്തെ പറഞ്ഞു. എൻജോയ് ബെസ്റ്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് വിത്ത് ലോ ലേറ്റൻസി, അതായത് ഗെയിമിങ്ങിന് എപ്പോഴും നമുക്ക് ലോ ലേറ്റൻസി വേണം. അപ്പോൾ അതിന് അനുയോജ്യമായ ഒരു ബഡ്ജറ്റ് ഇയർഫോൺസ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 1500 രൂപയുള്ളൂ. ആ പ്രൈസിന് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്. പിന്നെ സ്ലൈഡിംഗ് സിങ്ക് മെക്കാനിസം, പവർഫുൾ ഡീപ്പ് ബേസ് ആണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബോക്സിനകത്ത് നമുക്ക് TWSും അതേപോലെ അഡീഷണൽ ഇയർ ടിപ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ TWS എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇതാണ് ട്രൂക്ക് ബഡ്സ് S2 TWS. അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കേസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, സ്ലൈഡിങ് കേസാണ്. അപ്പോൾ സ്ലൈഡിങ് ചെയ്യുമ്പോൾ തന്നെ പെയറിംഗ് മോഡിലേക്ക് പോകും. ഇപ്പോൾ കണക്റ്റഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പെയർ ചെയ്യുകയാണെങ്കിൽ സ്ലൈഡ് ചെയ്ത് തുറന്നാൽ തന്നെ പെയറിംഗ് മോഡിലേക്ക് പോകും. ഇത് എടുക്കണം എന്നില്ല, അതാണ് സ്ലൈഡിങ് പെയറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. അപ്പോൾ നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, സൈഡിൽ നല്ലൊരു ഗ്ലോസി ഫിനിഷാണ്. അതേപോലെ ഒരു ചെറിയൊരു പാറ്റേൺ ഉണ്ട്, ആക്ച്വലി ട്രൂക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ഉണ്ട്. നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന് പറയാം. പ്രീവിയസ് വേർഷനായിട്ട് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ട്രൂക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് ഇയർഫോൺസ് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഓരോ ഇയർഫോൺ റിലീസിലും ഡെഫിനറ്റ്ലായിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു USB Type-C പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് മെക്കാനിസം തുറക്കുമ്പോൾ തന്നെ നമുക്ക് റെഡ് കളറിലെ അകത്ത കേസ് കാണാം. അതിനകത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എഴുതി കാണാം. പിന്നെ ട്രൂക്കിൻ്റെ ഇയർഫോൺസ് ആണ് വരുന്നത്. ഈ മെക്കാനിസം നല്ലൊരു ഇതാണ്, എങ്കിലും ചെറിയൊരു ഫ്ലിംസിനെസ് ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? ചെറിയൊരു ഫ്ലിംസിനെസ് നമുക്ക് കാണാൻ സാധിക്കും, എങ്കിലും കുഴപ്പമില്ല. ലോങ് ടേം യൂസേജിൽ എങ്ങനെ ഇരിക്കും നമുക്കറിയില്ല, ചെറുതായിട്ടൊരു ഫ്ലിംസി നേച്ചർ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇയർഫോൺസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ട്രൂക്ക് ബഡ്സ് S2 ഇയർഫോൺസ്. വളരെ ചെറിയ ഇയർഫോൺസ് ആണ്, കണ്ടില്ലേ? വളരെ ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നത്, നല്ല രീതിയിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചാർജിങ് പോർട്ട് കാണാം രണ്ടിന്, പിന്നെ ഇയർ ടിപ്സ് കാണാം. നല്ലൊരു ഡിസൈനാണ്. ഇവിടെ നമുക്കൊരു ബ്ലാക്കിഷ് കളറാണെങ്കിൽ പുറത്ത് ഒരു സ്ലൈറ്റ് ഗ്രീനിഷ് കളറാണ്, അതാണ് ഈ കേസിൻ്റെ കളറിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉള്ളിലേക്ക് ബ്ലാക്ക് കളറാണ്. ട്രൂക്കിൻ്റെ ബ്രാൻഡിങ് ആണ്. 2 മൈക്രോഫോണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, താഴെയും മേളിലും. അപ്പോൾ നല്ലൊരു ഡിസൈനാണ്, കാരണം വളരെ കോമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ തീരെ ചെറിയൊരു ഇയർഫോൺസ് ആണ്. അതേപോലെ നമുക്കിതിൻ്റെ കംഫർട്ടിനെ കുറിച്ച് പറയാം. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് കുറച്ച് ദിവസം യൂസ് ചെയ്തായിരുന്നു. നമുക്ക് ആക്ച്വലി 1 വീക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ടെസ്റ്റ് ചെയ്തായിരുന്നു. കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് കംഫർട്ട് ലെവൽസിന് എനിക്ക് തോന്നി കുഴപ്പമില്ല. നല്ലൊരു ഡിസൈൻ ആയതുകൊണ്ട് ചെവിയിൽ ഒരുപാട് നേരം വെച്ചാലും വലിയൊരു ഇയർ പെയിനോ അങ്ങനത്തെ ഒന്നും നമുക്ക് നോട്ടീസ് ചെയ്തില്ല. നല്ല കംഫർട്ടബിൾ ഇയർ ടിപ്സ്. ഈ ഇയർ ടിപ്സ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അഡീഷണൽ ഇയർ ടിപ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ ചെറുതോ വലുതിലേക്ക് നമുക്ക് മാറാവുന്നതാണ്. പക്ഷേ ഓവറോൾ എനിക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടു. നല്ലൊരു കംഫർട്ട് ലെവലുണ്ട്. അതേപോലെ ഓവറോൾ ലോങ് ടേം യൂസ് ചെയ്താലും നമുക്ക് വലിയൊരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി നമുക്ക് ഇതിൻ്റെ വോയിസ് ക്ലാരിറ്റിയെ കുറിച്ച് പറയാം. കോൾസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. ഇതിനകത്ത് അത്യാവശ്യം ഡീസൻ്റായ ലെവലിൽ ഒരു നോയ്സ് ക്യാൻസലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ മൈക്ക് ആയതുകൊണ്ട് തന്നെ കോൾസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കോൾസിൽ നിന്ന് കിട്ടിയത്. എനിക്ക് ഡ്രോപ്ഡ് കോൾസോ അങ്ങനെ ക്ലാരിറ്റി കുറവോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. അവരെൻ്റെ 7 കോൾസോളം ഇതിനകത്ത് അറ്റൻഡ് ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് ഒന്നിലും തന്നെ പ്രോബ്ലം ആയിട്ടൊന്നും തോന്നിയില്ല.
പിന്നെ ഇതിൻ്റെ ബാക്കി സൗണ്ട് ക്വാളിറ്റീനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോങ്സ് കേട്ടായിരുന്നു. പല കാറ്റഗറിയിൽ, മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും പല കാറ്റഗറിയിലുള്ള സോങ്സും അതേപോലെ പല സൗണ്ട് ഉള്ള സോങ്സും കേട്ടായിരുന്നു. കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. പ്രത്യേകിച്ച് ഇതിനകത്തൊരു ആപ്പ് സപ്പോർട്ട് ഉണ്ട്. ഞാൻ ആപ്പിനെ കുറിച്ച് പറയാം. 2 എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ആപ്പ് പ്ലേ സ്റ്റോറിലും iOS സ്റ്റോറിലും അവൈലബിൾ ആണ്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമൈസേഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ ഓവറോൾ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു പെർഫോമൻസ് ആണ്. നമുക്ക് ബേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബേസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിത് സൗണ്ട് സിഗ്നേച്ചർ ഇക്വലൈസർ വഴി കസ്റ്റമൈസ് ചെയ്യാവുന്നത്. ബൈ ഡീഫോൾട്ട് ഉള്ള സൗണ്ട് സിഗ്നേച്ചർ കുഴപ്പമില്ല, അത്യാവശ്യം ഡീസൻറ്റ് ലെവൽ ഓഫ് ബേസ് ഉണ്ട്. ഇൻ കേസ് ബേസ് കുറവാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡീപ്പ് ബേസിലേക്ക് നമുക്ക് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. എങ്കിലും ഓവറോൾ സൗണ്ട് സിഗ്നേച്ചറും സൗണ്ട് സെപ്പറേഷനും അതേപോലെ വോക്കൽസും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ അനുയോജ്യമായ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കുഴപ്പങ്ങളൊന്നും തന്നെ പറയാനില്ല. ചില ബഡ്ജറ്റ് ഇയർഫോൺസിൽ എനിക്ക് നോട്ടീസ് ചെയ്തിട്ടുണ്ട് വളരെയധികം ബേസ് കൂട്ടിയിട്ട് അവസാനം വോക്കൽസിൻ്റെ ക്ലാരിറ്റി കുറയുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. ഇവിടെ അങ്ങനെ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ബാലൻസ്ഡ് സൗണ്ട് സിഗ്നേച്ചർ എന്ന് പറയാം. പിന്നെ ആപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് സൗണ്ട് സിഗ്നേച്ചേഴ്സിക്ക് കസ്റ്റമൈസ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പം ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. 1499 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഒരു രീതിയിലാണ് ഇത് പെർഫോം ചെയ്തത്. ഇനി ഇതിൻ്റെ ഗെയിമിംഗ് ആസ്പെക്റ്റ് പറയുകയാണെന്ന് വെച്ചാൽ 55 millisecond ആണ് ഇതിൻ്റെ ലോ ലേറ്റൻസി വരുന്നത്. അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നിങ്ങൾ ഗെയിമിംഗ് ആണ് ഉദ്ദേശിക്കണമെങ്കിൽ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അൾട്രാ ലോ ലേറ്റൻസി ആണ് ഗെയിമിങ്ങിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 55 millisecond എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം ഒരു നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എങ്കിലും ഒരു പ്രീമിയം ഇയർഫോൺസിൻ്റെ അൾട്രാ ലോ ലേറ്റൻസി കിട്ടില്ല ഇതിനകത്ത്. എങ്കിലും നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് വേർത്താന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മണിക്കൂറാണ് ഒരു സിംഗിൾ ചാർജിൽ കിട്ടുന്നത്. അതും എഗെയിൻ നിങ്ങളുടെ പ്ലേ ചെയ്യണ മ്യൂസിക്കിൻ്റെ സൗണ്ടും അതേപോലെ വോളിയം ലെവലും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഒരുപാട് ഹൈ വോളിയത്തിൽ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 മണിക്കൂർ കിട്ടത്തില്ല. പ്രോബ്ലി ഒരു 50 to 60% വോളിയം കേൾക്കുകയാണെങ്കിൽ ഒരു 8 to 9 മണിക്കൂറൊക്കെ കിട്ടും. പിന്നെ കേസിൽ 38 മണിക്കൂറാണ് കേസിൽ കിട്ടുക. അപ്പോൾ മൊത്തം 38 + 10 48 മണിക്കൂർ കിട്ടുന്നതാണ് ബ്രാൻഡ് അവകാശപ്പെടുന്നത്. നല്ല ബാറ്ററി ലൈഫാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു TWS ആണ് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ. ട്രൂക്ക് പ്രത്യേകിച്ച് എപ്പോഴും ഒരു ഇംപ്രൂവിങ് ബ്രാൻഡായിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഫസ്റ്റ് ഇറങ്ങിയ ട്രൂക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റി അത്ര നല്ലതായിരുന്നില്ല. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം സൗണ്ട് നല്ല രീതിയിലാണ് അവർ ഇൻക്രീസ് ചെയ്ത് ബെറ്റർ പെർഫോമിംഗ് ആയിട്ട് അവർ വന്നത്. അതുകൊണ്ട് തന്നെ ട്രൂക്ക് ഒരു നല്ലൊരു എന്താ പറയുക യൂസർ ഫീഡ്ബാക്കിനെ കണക്കിലെടുത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ 1499 രൂപയ്ക്ക് ഇത് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ട്രൂക്ക് ബഡ്സ് S2 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ട്രൂക്കിൻ്റെ ആപ്പ്. 2 എന്ന് പറഞ്ഞ ആപ്പാണ് ഇതിൻ്റെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൻ്റെ ബാറ്ററി കാണാം. അതേപോലെ ഫൈൻഡ് ഇയർബഡ്സ്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഇവിടെ എവിടെയാണ് ഇയർബഡ്സ് നമുക്ക് മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യാം, പ്ലേ ചെയ്യാം, ഒരു സൗണ്ട് കിട്ടും. ഇയർഫോൺസ് എവിടെയാണ് വെച്ചിരിക്കുന്നത് മറന്നുവെങ്കിൽ. പിന്നെ ഇതിനകത്ത് ഇക്വലൈസറാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. കാരണം കണ്ടില്ലേ ഒരുപാട് ഇക്വലൈസർ ഉണ്ട്. നമുക്ക് തന്നെ മാനുവലി ആഡ് ചെയ്യാം. നമ്മളെ ഇഷ്ടപ്പെട്ട ഇക്വലൈസർ എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ ക്ലാസിക്, ഡൈനാമിക്, വോക്കൽസ്, അക്കോസ്റ്റിക്സ്, പിന്നെ അതേപോലെ ബേസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഡീപ്പ് ബേസ് ഉണ്ട്. അതേപോലെ ട്രിബിളാണ് വേണമെങ്കിൽ ട്രിബിൾ ബൂസ്റ്റർ ഉണ്ട്, ട്രിബിൾ റിഡ്യൂസർ ഉണ്ട്, ബേസ് റിഡ്യൂസർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കസ്റ്റമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സൗണ്ട് സിഗ്നേച്ചർ മോഡിഫൈ ചെയ്യാവുന്നതാണ്. പല പ്രീമിയം ഇയർഫോൺസ് പോലും ഇത് തരാറില്ല. അപ്പോൾ ട്രൂക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. അപ്പോൾ ഇതാണ് ഇക്വലൈസർ. പിന്നെ നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ബാക്കി ബ്ലൂടൂത്ത് ഗെയിമിംഗ് മോഡ് എനേബിൾ ചെയ്യാതുണ്ടല്ലേ, ഗെയിമിംഗ് മോഡ് എനേബിൾ ചെയ്യാവുന്നത് ഓപ്ഷനും ഉണ്ട്. പിന്നെ ഇതിനകത്ത് ടാപ്പ് ചെയ്യാൻ നമുക്ക് ഗെയിമിംഗ് മോഡ് എനേബിൾ ചെയ്യാൻ, പ്ലേ പോസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ടച്ച് കൺട്രോൾസ് വർക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് ടച്ച് കൺട്രോൾസ് ഇരിക്കുന്നത്. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ടച്ച് കൺട്രോൾസ് വർക്ക് ചെയ്യുന്നത്. പ്ലേ പോസ് അതേപോലെ ഗെയിമിംഗ് മോഡ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ടച്ച് കൺട്രോൾസ് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ട്രൂക്ക് ബഡ്സ് S2ൻ്റെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു 1499 രൂപയ്ക്ക് ഇത് ടോട്ടലി വർത്താണ്. ഇത് ഇൻട്രൊഡക്ടറി പ്രൈസിംഗ് ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് സെയിൽ തന്നെ മേടിക്കുന്നതാണ്. 1499 രൂപയാണ്. ഇത് പ്രോബ്ലി ആമസോൺ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കമൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ ടൈറ്റിൽ എവിടെയാണ് വരുന്നത് എന്നുള്ളത് ലിങ്കും ഞാനിടാം. അപ്പോൾ ഇതായിരുന്നു ട്രൂക്ക് ബഡ്സ് S2ൻ്റെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ഇയർഫോൺസ് ആണ്. 1499 രൂപയ്ക്ക് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് തരുന്ന ഒരു ഇയർഫോൺസ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.